ചാമ്പ്യന്മാരെ മലർത്തിയടിച്ച് സ്പാനിഷ് പട ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ഗോൾ രഹിതമായി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് അർജന്റീനയ്ക്കെതിരെ വിജയ ഗോൾ നേടിയത്. ഒന്ന് പൊരുതാൻ പോലുമാകാതെയാണ് മെസ്സിയും സംഘവും മടങ്ങുന്നതും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഫഹീം ചെമറവട്ടം വിവരങ്ങൾ നൽകും. ഫഹീം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു കളി കണ്ടതിന്റെ ഒരു ആവേശം കൂടിയുണ്ട്. കൃത്യമായി ചാമ്പ്യന്മാരാണ് എന്ന് ആ കളി കണ്ടവർക്ക് തന്നെ മനസ്സിലാകും. അത്രത്തോടെ കൈയടക്കത്തോടെ ആധികാരികമായി സമ്പൂർണമായ ഒരു വിജയം അർജന്റീനയ്ക്ക് മേൽ നേടിയെന്നുള്ളതാണ് സ്പെയിന്റെ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ കളി മറന്ന് സ്പെയിൻ പടയ്ക്ക് മുന്നിൽ ഒന്നാകെ ചുരുട്ടിക്കെട്ടിപ്പോകുന്ന ഒരു അർജന്റീനിയൻ ടീമിനെയും നമ്മൾ കണ്ടു. അർജന്റീന തീർത്തും നിരാശപ്പെടുത്തി കളഞ്ഞു. ജിൽസി, ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു പോരാട്ടം എന്ന് പറയുന്നത്. നമ്മൾ എന്തായിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഫൈനലിന്, അങ്ങനെ ആയിരുന്നില്ല പോരാട്ടം. നമ്മൾ അതിനൊക്കെ നൽകിയ ഫൈനലിന് മുമ്പ് നൽകിയ എല്ലാ ബിൽഡപ്പുകളെയും തകിടം മറിക്കുന്ന പോരാട്ടമാണ് സ്പാനിഷ് പട ഇന്നലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടത്തിയത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം സ്പാനിഷ് ആക്രമണത്തിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പ്രഭരായി പോവുകയായിരുന്നു അർജന്റീന എന്ന് തന്നെ വേണം പറയാൻ. അർജന്റീന ഒരു തരത്തിലും ഒരു സമയത്ത് പോലും അവർക്ക് ഒരു ആധിപത്യം പുലർത്താനോ ഒരു മുന്നേറ്റം നടത്താനോ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് അർജന്റീന കാഴ്ചവെച്ചത്. ഇതോടുകൂടി സ്പെയിൻ രണ്ടാം തവണയാണ് അവർ ലോക കിരീടം ചൂടുന്നത്. അർജന്റീന നേരത്തെ നാലാം കിരീടം ലക്ഷ്യം വെച്ചാണ് അർജന്റീന വരുന്നത്. നിലവിലെ ചാമ്പ്യന്മാരാണ് അർജന്റീന. ഇതിൽ എല്ലാവിധ അനുകൂലമായ ഘടകങ്ങളും അവർക്കുണ്ടായിരിക്കെ ാണ് സ്പാനിഷ് പട അവർക്ക് മേൽ ആധിപത്യം പുലർത്തുന്നത്. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മത്സരം തുടങ്ങുന്നതിന് മുമ്പ് സ്പെയിനിൻ്റെ പ്രകടനം, ഈ ടൂർണമെൻറ്റിൽ ഉടനീളം സ്പെയിനിൻ്റെ പ്രകടനം ഗംഭീരമായിരുന്നു. കാരണം കൃത്യമായ അച്ചടക്കത്തോടുകൂടി ഒരു ടീം എങ്ങനെയാണ് ഒരു ടീം ഗെയിം കളിക്കേണ്ടത് എന്ന് നമുക്ക് ഈ ഫൈനൽ വരെ കാണിച്ചു തന്ന ടീമാണ്. സ്വാഭാവികമായിട്ടും സ്പെയിനിന് തന്നെയായിരുന്നു മൊത്തത്തിൽ ഒരു മുൻതൂക്കം എല്ലാവരും പ്രവചിച്ചിരുന്നത്. എങ്കിൽ പോലും അപ്പുറത്തുണ്ടായിരുന്നത് ലോക ചാമ്പ്യന്മാരാണ്. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസ താരം നയിക്കുന്ന ടീമാണ്. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ ഒട്ടും ടൈറ്റ് അല്ലായിരുന്നു. 120 മിനിറ്റ് മത്സരം നീണ്ടുപോയി എന്ന് പറയുന്നത് അത് അർജന്റീനയുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് പറയാം. കാരണം ഗോൾ രഹിതമായി നിശ്ചിത സമയം അവസാനിച്ചതുകൊണ്ട് മാത്രമാണ് അത് അങ്ങോട്ട് നീങ്ങാനുള്ള കാരണം അതിലാദ്യം നന്ദി പറയേണ്ടത് അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനാണ്. ഈ മാർട്ടിനസിൻ്റെ ഗോൾ കീപ്പിംഗ് ഏതാണ്ട് ഒരു 11ഓളം സേവുകളാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത്. ഈ ഒരു മിടുക്കിൻ്റെ പുറത്ത് മാത്രമാണ് ഒരു ഡസൻ ഗോളുകൾ വീഴേണ്ട സ്ഥാനത്ത് നിന്ന് ഒരു ഗോൾ കൊണ്ട് രക്ഷപ്പെടുന്ന ഒരവസ്ഥ അർജന്റീനയ്ക്കുണ്ടായത്. നമുക്കറിയാം, ലയണൽ മെസ്സി നയിക്കുന്ന ടീമിന് ഇത്തരമൊരു അവസാനമായിരുന്നില്ല നമ്മളൊന്നും സ്വപ്നം കണ്ടത്. കാരണം മത്സരത്തിലേക്ക് വന്നാൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം 68% പന്ത് പൊസിഷൻ വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു. 32% മാത്രമേ അർജന്റീനയ്ക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ 68%-വും 32% കളിയിൽ പലപ്പോഴും സ്വാഭാവികമാണ്. പക്ഷേ ഗോൾ മുഖത്തേക്ക് പന്തെത്തിക്കുകയും ഷോട്ട് ഉതിർക്കുകയും ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ അതിൻ്റെ കണക്കുകൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 20 തവണയാണ് അർജന്റീനൻ ഗോൾ മുഖത്തേക്ക് സ്പെയിൻ പന്തെത്തിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 11 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് അവർ അടിച്ചു കയറ്റാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അർജന്റീനയാകട്ടെ ഈ ആദ്യത്തെ ഗോൾ ഈ വിജയ ഗോൾ വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഒരു ഗോളോ ഒരു ടാർഗറ്റിലേക്ക് ഒരു പന്തോ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഗോൾ വീണതിന് ശേഷമാണ് മൂന്ന് ഷോട്ടുകൾ അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നതും അതും ലക്ഷ്യത്തിലേക്കായിരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ 106-ാം മിനിറ്റിൽ ഇഞ്ചുറി, നമ്മൾ നേരത്തെ പറഞ്ഞു, നിശ്ചിത സമയത്ത് ഗോളടിക്കാതെ കളി മുന്നേറിയിട്ട് 106-ാം മിനിറ്റിലാണ് ഫെറാൻ ടോറസിൻ്റെ വകയായിരുന്നു വിജയ ഗോൾ. അതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എൻസോ ഫെർണാണ്ടസിൻ്റെ റെഡ് കാർഡ് കണ്ട് പുറത്താവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 10 പേരായിട്ടായിരുന്നു എക്സ്ട്രാ ടൈമിൽ അർജന്റീന കളിച്ചത്. എന്നാൽ 10 പേരായിട്ട് കളിച്ച് ആ ഒരു ആനുകൂല്യമൊന്നും അർജന്റീന അർഹിക്കുന്നില്ല. കാരണം 10 പേരായി കളിച്ചു എന്നതിനപ്പുറത്ത് അതുവരെയും അർജന്റീന കളിച്ചിട്ടില്ല കാര്യമായിട്ട്. അർജന്റീന പറഞ്ഞാൽ അവരുടെ ഒരു ഫിനിഷറുടെ അഭാവമായിരുന്നു സ്പെയിനിനുണ്ടായിരുന്നത്. ഗംഭീരമായി ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ വൻ തോൽവിയായിരുന്നു അർജന്റീനയെ
കാത്തിരുന്നത്. പക്ഷേ അർജന്റീന ഒരു ഗോളിന് രക്ഷപ്പെടുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണക്കുകൾ വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് അർജന്റീന തന്നെയാണോ കളിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഒരു ഫൈനലിന് വേണ്ടതായ ഒരു വീറും വാശിയൊന്നും ഈ മത്സരത്തിൽ എവിടെയും കണ്ടില്ല. തീർത്തും ഡിഫൻസിലായി പോയ ഒരു ടീമായി മാറി അർജന്റീന. എന്നാൽ സ്പെയിൻ ആകട്ടെ അവർ പന്ത് കൈവശം വെക്കുകയും ഒരു ഘട്ടത്തിൽ പോലും മറ്റുള്ളവർക്ക് കൈമാറാൻ, ഈ അർജന്റീനക്ക് കൈമാറാൻ അവർ തയ്യാറാകാതിരിക്കുകയും മാത്രമല്ല അതോടൊപ്പം തന്നെ അറ്റാക്കിങ്ങും നടത്താൻ അവർക്ക് കഴിഞ്ഞു. അർജന്റീനയാകട്ടെ ഡിഫൻസിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ശ്രമങ്ങളായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്. എന്നാൽ ഒന്നും തന്നെ ഫലപ്രദമായില്ല. മാത്രമല്ല ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഏതൊരു ടീമും പ്ലാൻ ചെയ്തതുപോലെ മെസ്സിയെ പൂട്ടുക, മെസ്സിയാണ് ഈ അർജന്റീനയ്ക്ക് വേണ്ടി അവസാന നിമിഷം ഏതെങ്കിലും തരത്തിലൊരു മാന്ത്രികതയുമായിട്ട് അവതരിക്കാറുള്ളത്. അദ്ദേഹത്തെ പൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എല്ലാ ടീമുകളെയും പോലെ ഫ്യുവൻ്റെയും ഇവിടെ നടപ്പാക്കിയത്. ഫ്യുവൻ്റെ കൃത്യമായിട്ട് മെസ്സിയെ പൂട്ടുക മാത്രമല്ല മെസ്സിയിലേക്ക് വരുന്ന വഴികളെല്ലാം അടക്കുകയും കൂടി ചെയ്തു. മെസ്സിക്കും മാത്രമല്ല മെസ്സിക്കൊപ്പമുള്ള സംഘത്തിന് പോലും ഗ്രൗണ്ടിൽ ഒന്നും ചെയ്യാനാവാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് ഈ മത്സരം ആധികാരികമെന്ന് പറഞ്ഞാൽ അത് തീർത്തും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പദപ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമോ എന്നറിയില്ല. കാരണം അത്രയും ഗംഭീരമായ ഒരു ജയമാണ് സ്പാനിഷ് പട ഇന്നലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നേടിയെടുത്തത്, അവരുടെ 2ാം കിരീടം നേടിയെടുത്തത്. ഇനി മത്സരത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് ഇതോടുകൂടി ഈ സ്പാനിഷ് പട ഈ കിരീടം ചൂടിയതോടുകൂടി അവരുടെ തന്നെ ഈ നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് റോഡ്രിക്കാണ് ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ മെസ്സിക്ക് ഗോൾഡൻ ബോൾ കിട്ടുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുള്ളത് റോഡ്രിക്കാണ്. റോഡ്രിയെ തേടി ഗോൾഡൻ ബോൾ എത്തി. പിന്നെ നമ്മളെല്ലാം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്നത് അത് ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയെ തന്നെ സ്വന്തമാക്കി. 10 ഗോളുകൾ നേടി കിലിയൻ എംബാപ്പെ അത് സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരു മത്സരം പിന്നെ ഗോൾഡൻ ഗ്ലൗ ആണ്, അത് ഉനൈ സൈമോണിന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു രസകരമായ കാര്യം, ഉനൈ സൈമോണിൽ നിന്ന് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഗോൾ പോസ്റ്റിൽ ഉറങ്ങുകയായിരുന്നു ഒക്കെ നമ്മൾ ട്രോളുകൾ കാണുന്നു. പന്തങ്ങോട്ട് എത്തിയാൽ മാത്രമല്ലേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഏതായാലും ഗോൾഡൻ ഗ്ലൗ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെയിനിൻ്റെ പാവു ബാർസി മികച്ച യങ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ജിൽസി. യെസ്, ഫഹീം ചെമറവട്ടമാണ് എന്തായാലും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയപ്പോൾ ഒരു തീ പാറുന്ന പോരാട്ടമാണ് പ്രതീക്ഷിച്ചതെങ്കിലും അർജന്റീന നിരാശപ്പെടുത്തി എന്ന് തന്നെയാണ് കാണികളുടെ പൊതുവെയുള്ള അഭിപ്രായം. എന്തായാലും സ്പെയിൻ കാണിച്ച ഒരുപക്ഷെ പന്ത് കൈവശം വെക്കുന്നതിലും ഒപ്പം തന്നെ മധ്യനിരയെ ഏകോപിപ്പിക്കുന്നതിലൊക്കെ സ്പെയിൻ കാണിച്ച ഒരു മിടുക്കത് കളിയിൽ വളരെ നിർണായകമായി. പിന്നെ 2 ടീമുകളും മികച്ച ഡിഫൻസ് കാഴ്ചവെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മത്സരവുമായി ബന്ധപ്പെട്ട് ആകെ കൂടെ നമുക്ക് പറയാനുള്ളത്. ശരി.